യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം അകറ്റുന്നവൻ. പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മ മാത്രമേ നന്മ മാത്രമേ നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായി മാത്രം. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ ആത്മസഖേ എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. യാക്കോബ് 3 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബോസ്തലൻ 1:19 പറയുകയാണ്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അറിയുന്നുവല്ലോ, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. കാരണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവനീതി ആഗ്രഹിക്കുന്നവർ ശാന്തരായി തീരാൻ ശ്രമിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. എന്നിട്ട് പറയാം, ഒരുത്തൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകും. വാക്കിൽ തെറ്റാതിരിക്കുന്ന ആൾ. യാക്കോബോസ്തലൻ 1:26 പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ നാവിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യം. ഇവിടെയും പറയാം, നിങ്ങൾ ഒരുത്തൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി പോലും വ്യർത്ഥമായി തീരുന്നു. എന്നിട്ട്
തുടർന്ന് പറയാണ്, 5-ാം വാക്യത്തിൽ പറയണം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. എന്നിട്ട് പറയണം, നാവും ഒരു തീ തന്നെ. നാവ് ഒരു തീയാണ്. എന്നിട്ട് പറയാണ്, അത് അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും. അപ്പോൾ നരകത്തിലെ തീ കൊണ്ടുവരാൻ ഈ നാവിന് പറ്റും. എന്നിട്ട് പറയാണ്, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യ ജാതിയോട് മരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവുന്നതല്ല. നമ്മുടെ നാവിനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകാം. അപ്പോൾ തന്നെ ചിലരുടെ നാവ് കൊണ്ടുള്ള ചില വാക്കുകൾ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ടാകാം. എന്നിട്ട് പറയണം, അത് അടങ്ങാത്ത ദോഷം. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും അടക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷമാണ്. എന്നിട്ട് പറയണം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടും. അപ്പം എന്നിട്ട് പറയണം, സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെടും. സഹോദരന്മാരെ, അത്തിവൃക്ഷ ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കും. ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് നല്ല കാര്യങ്ങൾ പുറപ്പെടുവിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ 23-ാമത്തെ വാക്യം പറയണം, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ സദൃശവാക്യം 18 പറയുകയാണ്, 20-21 വാക്യങ്ങൾ പറയാണ്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. പ്രാർത്ഥിക്കും. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാവുകളെ ജീവൻ്റെ നാവുകളാക്കി മാറ്റണേ. ശാപം പറയുന്ന നാവുകളാക്കി മാറ്റരുതേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവുകൾ ഉപയോഗിക്കണമേ. പെന്തക്കോസ്ത് നാളിൽ അഗ്നി നാവുകളായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നീ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും നാവിനെയും വചനം പറയുന്ന എൻ്റെ നാവിനെയും നിയന്ത്രിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവിൻ്റെ വാക്കുകൾ ഇമ്പമുള്ള വാക്കുകളായിരുന്നു. അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാക്കുകളും ഇമ്പമുള്ള വാക്കുകളായി തീരാൻ ഇടയാക്കണേ. ഞങ്ങളുടെ കോപത്തെ അവിടുന്ന് മാറ്റണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറി, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാണ് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവനോടുയർത്തവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു.
പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു.